ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്കും എൻ്റെ അനിയനും ഒരു പുതിയ റൂം കിട്ടിക്കിടന്നുറങ്ങാൻ. ഞാൻ എൻ്റെ പഴയ റൂമും പിന്നെ പുതിയ റൂമും കാണിച്ചു തരാം. ഞങ്ങളെപ്പോഴും ഇവിടെയാണ് കളിക്കുക, കിടന്നുറങ്ങുകയൊക്കെ ചെയ്യണേ. അതാണ് ഇവിടെ നിരത്തിയിട്ടത്. ഇപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്ലേ റൂം, സ്റ്റഡി റൂമൊക്കെ ബെഡ്റൂം ആക്കി കെട്ടി. ഇപ്പം ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ തന്നെയാണ് നിങ്ങളെ വീഡിയോയ്ക്ക് വിളിച്ചത്. പിന്നെ ഗായ്സ്, ഒരു കാര്യമുണ്ട്. എനിക്ക് അമ്മയില്ലാതെ കിടക്കാൻ പറ്റത്തില്ല. ആ റൂമിൽ ഈ ലൈറ്റ് വെച്ചുകൊണ്ടായിരുന്നു കിടക്കാം. അതാകുമ്പോൾ എനിക്ക് കരിച്ചിലും വരുത്തിലും ഒന്നും വരത്തില്ല. ഈ ബെഡ്റൂമിലാണെങ്കിൽ ഇത് ആവശ്യമില്ല, എന്നാലും വെറുതെ ഒന്ന് വെച്ചേക്കണേ. ഈ ലൈറ്റ് കാരണം ഞങ്ങൾക്ക് കിടന്നുറങ്ങാൻ നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും കേട്ടോ. ഞങ്ങളുടെ ഇത് എൻ്റെ തലോണ, ഇത് അനിയൻ്റെ തലോണ. അവിടെ അനിയൻ കിടക്കും, ഇവിടെ ഞാൻ കിടക്കും. ഇവിടെയാണ് ഞങ്ങളുടെ ടോയ്സ്, ഡ്രസ്സൊക്കെ ഇടുന്ന സ്ഥലം. അതാകുമ്പോൾ രാത്രി നമുക്ക് കിടക്കാൻ പറ്റിയില്ലെങ്കിൽ ഇവിടുന്ന് ഡ്രസ്സ് ഇട്ടെടുത്ത് കിടന്നുറങ്ങാം. പിന്നെ ഇവിടെ ടോയ്ലറ്റ് ഒന്നുമില്ല കേട്ടോ, കണ്ടോ? ഇത് മെയിനാണ്, ടോയ്ലറ്റ് ഒന്നുമില്ല. അതുകൊണ്ട് ആ റൂമിലെ ടോയ്ലറ്റ് ഉള്ളൂ. അതുകൊണ്ട് ആ റൂമിലേക്ക് ലോക്ക് അടയ്ക്കാതെ ഇരുന്നാൽ മതി, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് കളിക്കണം. ഞങ്ങൾ നിനക്ക് കാണിച്ചു തരാം. ഓക്കെ, എവിടെ ഇതെനിക്ക് അങ്കിളും ആൻറ്റി തന്ന പുതപ്പ. ഇത് ഞാൻ പുതപ്പിക്കാൻ എടുത്തേക്കണേ. ഈ അങ്കിളും ആൻറ്റീനെ ഞാൻ മാറ്റി കിടക്കാൻ പറ്റൂല. ഒരു മിനിറ്റ്, എവിടെ വെക്കൂ ഇത്? വീഡിയോ എടുക്ക. ഞാനും കൂടെ കളിക്കാൻ പോണേ. ഇത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇതെൻ്റെ അപ്പയുടെ പഴയ കീബോർഡാണ്. എനിക്കിത് തന്നു, അപ്പയ്ക്ക് ആവശ്യമില്ല. ഇതുപോലത്തെ 3 കീബോർഡ് അപ്പുറത്തെ റൂമിൻ്റെ മുകളിലുണ്ട്. അതുകൊണ്ട് ഇത് ഒരെണ്ണം അമ്മ എടുത്ത് തന്ന് അടുത്ത ദിവസം അതിൻ്റെ ഒരെണ്ണം തരും. പിന്നെ അടുത്ത ദിവസം ഇതിൻ്റെ ഒരെണ്ണം കൂടെ തരും. ഇത് അപ്പം എനിക്ക് തന്നപ്പോൾ തന്നെ ഞാൻ കളർ അടിച്ചെടുത്ത കേട്ടോ. ഇതന്ന് ഞാൻ പാർക്കിൽ പോയപ്പോൾ അടുത്തുനിന്നൊരു കട കണ്ട് ആ കടയിൽ നിന്ന് മേടിച്ചൊരു എയർപ്ലെയിനാണ്. പറഞ്ഞുപോയി. ഇവിടെ ഒരു സിംഹം ഉണ്ട് കേട്ടോ. ഇത് പേടി വന്നൊരു സിംഹം. ഇന്ന് മേടിച്ച മാറ്റാട്ടോ ഇത്. ഇഷ്ടമായ ഒരു വണ്ടി ഇങ്ങോട്ട് വന്ന് കേട്ടോ. പിന്നത്തെ ഈ സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഇതെനിക്കൊരു ചേട്ടൻ ഗിഫ്റ്റായിട്ട് ഈ ടേബിൾ തന്ന ചേട്ടാ. ഞാൻ കുറേ ദിവസം ഈ അപ്പേനോടും അമ്മേൻ്റെ അടുത്ത് പറയണം. അപ്പം അമ്മ എനിക്ക് ഈ ടേബിൾ മേടിച്ച് തരുമോ, എനിക്ക് ആ ടേബിൾ ഇഷ്ടമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ ചേട്ടൻ ഞങ്ങൾക്കിത് ഗിഫ്റ്റായിട്ട് തന്നേക്കണേ. വേണമെങ്കിൽ ഇതിൽ കുറച്ച് എഴുതിയിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. മോളോ സ്റ്റഡി ടേബിൾ കീപ്പ് ഔട്ട്. മോളോ കീപ്പ് ഔട്ട് സ്റ്റഡി ടേബിൾ കഴിഞ്ഞു. ഇതെൻ്റെ പൗച്ചിൻ്റെ കൂടെ വന്ന സ്റ്റിക്കർ ആട്ടോ, അത് ഞാൻ വെറുതെ വെച്ചേക്കണേ. കീപ്പ് ഔട്ട് ആൻഡ്രീറ്റ മരിയ മാർട്ടിൻ. ഇതൊക്കെയാണ് എഴുതി വെച്ചത് കേട്ടോ. ഈ ഫോൺ എൻ്റെ ഫോണിൻ്റെ പൗച്ച് കേട്ടോ. ഇത് ഞാനിപ്പോൾ പിടിച്ചേക്കണ എൻ്റെ അമ്മയുടെ ഫോണാണ്. ആ ഫോൺ പഠിക്കട്ടെ. ഇതൊക്കെയാണ് ഇതിൽ എഴുതി വെച്ചത്. പിന്നെ എനിക്ക് കുറേ പൈസയുണ്ട്. അതിന് അമ്മ എനിക്ക് തന്ന പൈസ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് അമ്മ തന്ന 1000. വീണ്ടും 2000 തന്നു. പിന്നെ ഒരു 13 തന്നു. ഇത്രയും പൈസ തന്നു. എനിക്ക് കുറച്ചും കൂടി
അമ്മയ്ക്ക് എന്തെങ്കിലും നോട്ട് കിട്ടിയാൽ അത് എനിക്ക് തരും. കുറച്ചൊക്കെ അമ്മ എടുക്കും കേട്ടോ. എൻ്റെ കയ്യിൽ കുറേ കോയിൻസ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അമ്മ എനിക്കത് തന്നെ. എൻ്റെ ചീപ്പാണ്. അയ്യോ അത് പൊട്ടിക്കല്ലേ. ഒരു ദിവസം പൊട്ടിയതോ അധ്യാപകർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ. ഒരു കാര്യം പറയാൻ മറന്നുപോയി. എന്താ, ഞങ്ങളുടെ പള്ളി പെരുന്നാളാണ്. എന്താ ഈ വന്ന സാറ്റർഡേ സൺഡേയും എല്ലാവരും വന്നോട്ടോ, ഞങ്ങളും ഉണ്ടാവും. ഓക്കെ ബൈ.